പാതിവില തട്ടിപ്പ് കേസിൽ കെ.എൻ. ആനന്ദകുമാറിന്റെ വാദം പൊളിച്ച അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ. സത്യസായി ട്രസ്റ്റിന്റെ 27ാം വാർഷികത്തിനാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ചത് എന്ന ആനന്ദകുമാറിന്റെ പ്രസംഗം മാതൃഭൂമി ന്യൂസിന്. പരിപാടിയിൽ മുഖ്യ അതിഥിയായി അനന്തകൃഷ്ണനും പങ്കെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. അയാളാണ് മുഴുവൻ പണം സ്വീകരിക്കുന്നത്, അവർക്ക് റെസീറ്റ് കൊടുക്കുന്നത് ഇയാളാണ്, അവരായിട്ട് എഗ്രിമെൻ്റ് വെക്കുന്നത് ഇയാളാണ്, എല്ലാം ഇയാളുടെ ഒരു കൺട്രോളിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ 30 വർഷമായിട്ട് എൻ്റെ പ്രസ്ഥാനം നടത്തിയിട്ടുമില്ല, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. ആനന്ദകുമാറിന്റെ ഈ വാദം ഒട്ടും വിശ്വാസയോഗ്യമല്ല. അതിന് തെളിവാണ് 2023 ഡിസംബർ 4 കോഴിക്കോട് നടന്ന ലാപ്ടോപ്പ് വിതരണത്തിൽ ആനന്ദകുമാർ നടത്തിയ ഈ പ്രസംഗം. നമ്മൾ ഏകദേശം 5000 ലാപ്ടോപ്പിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. 5000 ലാപ്ടോപ്പ് ഇൻറ്റു 20,000 രൂപ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസ എത്രയായി അറിയൂ? 10 കോടി കഴിഞ്ഞില്ലേ. സംസ്ഥാനത്തെ ചെറുതും വലുതുമായ NGO-കളെ ഒരേ കുടക്കീഴിലെത്തിക്കാനാണ് NGO കോൺഫെഡറേഷന്റെ ശ്രമം. CSR ഫണ്ടിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നും ആനന്ദകുമാർ അന്ന് മുന്നറിയിപ്പ് നൽകി. തീർന്നില്ല. ഇതേ പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു അനന്തകൃഷ്ണൻ. സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അനന്തകൃഷ്ണൻ വാതോരാതെ പ്രസംഗിക്കുകയും ചെയ്തു. നിങ്ങളുടെ കൈകളിലേക്ക് കേവലം 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ലാപ്ടോപ്പുകൾ എത്തിച്ചേരുക. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കീഴിൽ ഫണ്ട് ഉണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ CSR ഫണ്ട് ഉണ്ടെങ്കിൽ, ക്രൗഡ് ഫണ്ട് ഉണ്ടെങ്കിൽ, ആ വാതിലുകളിൽ നമ്മൾ ചെന്ന് മുട്ടുമ്പോൾ നമ്മളതിന് എലിജിബിൾ ആണ് എന്ന് തലനാരിഴ കീറി പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു പ്രോജക്റ്റ് അനുവദിക്കുന്നത്. അനന്തകൃഷ്ണന്റെ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെങ്കിൽ ലാപ്ടോപ്പ് വിതരണ പരിപാടിയിൽ ആനന്ദകുമാർ പങ്കെടുത്തത് എന്തിന്? NGO കോൺഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ തന്റെ വിയർപ്പും അധ്വാനവുമുണ്ടെന്ന് പറഞ്ഞതെന്തിന്? അനന്തകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ തട്ടിപ്പാണ് എന്ന് 8 മാസങ്ങൾക്ക് മുമ്പ് തനിക്ക് മനസ്സിലായി എന്നാണ് ആനന്ദകുമാർ പറയുന്നത്. അതോടുകൂടി ആ ബന്ധം അവസാനിപ്പിച്ചു എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ തട്ടിപ്പിനെക്കുറിച്ച് 8 മാസങ്ങൾക്ക് മുമ്പ് തുറന്നു പറയാൻ ആനന്ദകുമാർ തയ്യാറായില്ല? അതായത് എന്തൊക്കെയോ മറയ്ക്കാൻ ആനന്ദകുമാർ ശ്രമിക്കുന്നു എന്ന സംശയം ബലപ്പെടുകയാണ്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.